നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്നാ പിന്നെ നിങ്ങൾ സംസാരിക്കേ, ഞാൻ പോയിട്ട് പിന്നെ വരാം. അർച്ചന മേഡം, ധനുഷ് എന്തായി കാണിക്കുന്നത്? ദൈവങ്ങളുടെ മുൻപിലാണ് സാധാരണ മനുഷ്യൻ കൈകൂപ്പുന്നത്. അർച്ചന മേഡം ഇപ്പോ എന്റെ മുൻപിൽ ദൈവത്തിന്റെ പ്രതിരൂപമായിട്ടാണ് നിൽക്കുന്നത്. നെല്ലിശ്ശേരിയിൽ തിരിച്ചെത്തുന്നതിന് മുൻപ് ഈ വീടിന് പുറത്തു വെച്ച് നമ്മൾ കണ്ടിരിക്കണം. പറയാനുള്ളത് പറഞ്ഞു തന്നെ തീർക്കാം. നീ ഫോൺ വെക്ക, എനിക്ക് സ്നേഹയുടെ കോൾ വരുന്നുണ്ട്. ഓ, നിനക്കപ്പ അവളെ അത്രയ്ക്ക് പേടിയല്ലേ? ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലെ സ്നേഹം എന്താണെന്ന് നീ ഇനിയും മനസ്സിലാക്കിയിട്ടില്ല. അത് മനസ്സിലാക്കുമ്പോ നിന്റെ ഈ ചോദ്യത്തിന് ഉത്തരം കിട്ടും. ഞാൻ ഫോൺ കട്ട് ചെയ്യാം. ഹലോ, ധനുഷ് ഇപ്പോഴാ വരുന്നേ? ഞാൻ ഉടനെ വരാം. എനിക്ക് വല്ലാതെ മിസ് ചെയ്യുന്നു. അത് നിനക്ക് മാത്രമല്ല, എനിക്കും അങ്ങനെ തന്നെയാ. നാളെ കുളിച്ചു കഴിയുന്നതോടെ എന്റെ അസുഖമൊക്കെ മാറുമെന്ന് അർച്ചനടുത്ത് പറഞ്ഞു. ആ സമയത്ത് ധനുഷൂടെ ഉണ്ടായിരുന്നെങ്കിൽ. ഞാൻ വരാം. സച്ചിട്ടാ, മോള് ഉറങ്ങിയില്ലല്ലേ? ഇല്ല, ഉറങ്ങിയില്ല. കുറച്ചേരായി ഞാൻ ഉറക്കാൻ നോക്കിയിട്ട്. ആദ്യം ചെറുതായിട്ടൊന്ന് കരഞ്ഞു. ഇപ്പൊ പക്ഷെ കരയുന്നില്ല. അവളുടെ അമ്മയ്ക്ക് അവളെ എടുക്കാൻ പറ്റില്ലെന്നൊക്കെ അവൾക്കറിയാം. അപ്പോ എനിക്കറിയില്ലെന്നാണോ? ഒരാഴ്ച ആകാറായി നീ എന്റെ അടുത്തുനിന്ന് മാറി നിൽക്കാൻ തുടങ്ങിയിട്ട്. എന്താണോ ഇത്? ഒരു ദിവസം കൂടി കഴിയട്ടെ സച്ചേട്ടാ. സച്ചേട്ടന്റെ ഉള്ളില് ഞാൻ കൂടെ ഇല്ലാത്തതിന്റെ വിഷമം ഉണ്ടെന്ന് എനിക്കറിയാം. സ്നേഹയുടെ കാര്യം നോക്കാൻ ഇപ്പൊ നമ്മളല്ലാതെ വേറെ ആരുമില്ല. അതിന് അവളെ നോക്കണമെന്ന് ആരും പറഞ്ഞില്ലല്ലോ. ചിക്കൻ ബോക്സ് പിടിച്ച ഒരു പേഷ്യന്റിനെ നോക്കുന്ന ആളാ ഞാൻ. ഈ മുറിയിലേക്ക് ഞാൻ വരാൻ പോലും പാടില്ലാത്തതാ. പക്ഷേ മോളെ സച്ചേട്ടനെയും കാണാതിരിക്കാൻ പറ്റാത്തോണ്ടാ ഞാൻ വന്നേ. തനിക്ക് പേടിയില്ലെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എന്ത് പറ്റി? എന്റെ കാര്യത്തിൽ എനിക്കൊരു പേടിയില്ല. പക്ഷേ സച്ചേട്ടനോ മോൾക്കോ ഒന്നും വരാൻ പാടില്ല. അതുകൊണ്ടാ. സോറി. ശരി ശരി, താൻ പൊയ്ക്കോ. എന്നോട് പിണക്കമുണ്ടോ? എന്തിന്? എനിക്കറിയില്ല കാര്യങ്ങൾ. താൻ അവളുടെ അടുത്തേക്ക് ചെല്ലേ.
വെച്ചാ രോഗാണുക്കള് മാത്രമല്ല നെഗറ്റീവ് എനർജിയും പോവും. ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങള് ജീവിതത്തിൽ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. ചിക്കൻ ബോക്സ് വന്നോണ്ടാണോ? അല്ല, ചിക്കൻ ബോക്സ് വന്നത് നന്നായിന്നാ എനിക്കിപ്പോ തോന്നുന്നത്. അതെന്ത്? ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഞാൻ എൻ്റെ അമ്മയുടെ സ്നേഹം അനുഭവിച്ചു. എന്നെ കുളിപ്പിക്കുമ്പോ, എനിക്ക് ആഹാരം വാരിത്തരുമ്പോ, എന്റെ വേദനയിൽ എന്നെ ചേർത്ത് പിടിച്ചപ്പോഴും എല്ലാം എന്റെ അമ്മ എന്നെ ചേർത്ത് പിടിക്കുന്നത് പോലെ ആയിരുന്നു. അതെ, പുകഴ്ത്തല് കുറച്ച് കൂടിപ്പോന്നുണ്ട്. പുകഴ്ത്തലാണെന്ന് പറഞ്ഞാലും സത്യം സത്യമില്ലാതാവില്ലല്ലോ. എന്റെ മുറിയിലെ ഷീറ്റ് വിരിച്ച ഏട്ടത്തെ എനിക്ക് കാവല് കിടന്നത് ഞാൻ എങ്ങനെ മറക്കും? നീനെ മാലാഖയാക്കി കളയല്ലേ. ഈ അസുഖം നിനക്ക് വന്നാലും ആദരയ്ക്ക് വന്നാലും എനിക്ക് ഒരുപോലെയാ. നിങ്ങൾ രണ്ടും എന്റെ അനിയത്തിമാരാ. ഞാനിത് പുറത്തുകൊണ്ടുപോയി വെച്ചിട്ട് വരാം. ഹലോ, ധനുഷ്, എന്തിനാ എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് ഇത്രയും ദിവസം മാറി നിന്നേ? അസുഖം മാറിയിട്ട് ഇങ്ങോട്ട് വന്നാൽ മതിയെന്ന് നീ പറഞ്ഞതുകൊണ്ടല്ലേ ഞാൻ ഇത്രയും ദിവസം മാറിയുന്നത്. അർച്ചനേട്ടത്തി ഇല്ലായിരുന്നെങ്കിൽ എന്റെ അവസ്ഥ എന്താവുമായിരുന്നു? എനിക്കറിയാം മോളെ, നിനക്ക് വേണ്ടി അർച്ചനടുത്തി ഒരുപാട് കഷ്ടപ്പെട്ടു. എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല അത്. അല്ല, എന്താ ഈ ബിസിനസിന്റെ കാര്യങ്ങള്? അതെല്ലാം സെറ്റായി. നമ്മുടെ ലൈഫ് ഇനി കളറാവും. സന്തോഷിക്കുന്നതൊക്കെ കൊള്ളാം. അസുഖം പൂർണ്ണമായിട്ട് മാറിയെന്നൊന്നും കരുതണ്ട. എന്നാ പിന്നെ നിങ്ങൾ സംസാരിക്കും. ഞാൻ പോയിട്ട് പിന്നെ വരാം. അർച്ചന മേഡം, ധനുഷ് എന്തായി കാണിക്കുന്നത്? ദൈവങ്ങളുടെ മുൻപിലാണ് സാധാരണ മനുഷ്യൻ കൈകൂപ്പുന്നത്. അർച്ചന മേഡം ഇപ്പോ എന്റെ മുൻപിൽ ദൈവത്തിന്റെ പ്രതിരൂപമായിട്ടാണ് നിൽക്കുന്നത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.